ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ഹിയർ ഈസ് മുഹമ്മദ് ബോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹീന്ദ്ര താറിൻ്റെ ലേറ്റസ്റ്റ് വന്നുള്ളൊരു സ്പെഷ്യൽ എഡിഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. മഹീന്ദ്ര താർ എർത്ത് എഡിഷൻ ആ ഒരു വെഹിക്കിളാണ് നമ്മുടെ മുമ്പിലുള്ളത് കേട്ടോ. അപ്പം ഇതാണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ മഹീന്ദ്ര താർ എർത്ത് എഡിഷൻ. ഇതിൽ മേജറായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. നോർമൽ താറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 20ഓളം മാറ്റങ്ങളാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഡെസേർട്ട് ഫ്യൂരി എന്ന് പറയുന്ന ഒരു കളറാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പം ഗ്ലോസി ഫിനിഷ് ആയിട്ട് തോന്നും, ബട്ട് ഇത് മാറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ കൊടുത്തുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു മഹീന്ദ്രയുടെ ബാഡ്ജ് ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു ക്രോം കളറായിരുന്നു, അത് ഫുൾ മാറ്റ് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ താറിൻ്റെ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ, ഇതും തന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4x4ൻ്റെ ഈ ഒരു ബാഡ്ജും തന്നെ മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തുള്ളത്. ഇതൊക്കെ ക്രോമിലായിരുന്നു ശരിക്കും മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഈ ഒരു മാറ്റ് ബ്ലാക്കിൽ കൊടുത്തപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു റെഡ് എലമെൻ്റ് ഉണ്ടല്ലോ, ഇത് മുമ്പും ക്രോമിലും ശരിക്കും ഇവിടെ ഒരു റെഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇത് കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു മാറ്റ് ബ്ലാക്കിലാണ്. അതുകൊണ്ട് തന്നെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗി തന്നെ ആ ഒരു 4x4 ബാഡ്ജിന് അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പോർട്ടി ഒരു ഫീലാണല്ലോ നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും ബാക്കിൽ ആ ഒരു ലുക്കിൽ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലോയ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പ് വന്നിട്ടുള്ള 255, 65, R18, അതായത് 18 ഇഞ്ച് സെയിം അലോയ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഇവിടെ താറിൻ്റെ ഈ ഒരു ബാഡ്ജ് കണ്ടോ, ഇത് മുമ്പ് ബ്ലാക്ക് കളറിലായിരുന്നു, അതും തന്നെ ഈ ഒരു ഡെസേർട്ട് ഫ്യൂരി കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതും പുറത്തുള്ളൊരു മാറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ സൈഡിലുള്ള ഈ ഒരു ബോഡി ഗ്രാഫിക്സ് ഇത് തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു ഫീല് ജസ്റ്റ് അവിടെ ഒരു ഗ്രാഫിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ലുക്കിൽ വന്നുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബി പില്ലറിൽ എർത്ത് എന്ന് പറഞ്ഞൊരു ബാഡ്ജ് കണ്ടോ, ഇത് എർത്ത് എഡിഷൻ്റെ ബാഡ്ജിങ് ആണ്. ശരിക്കും ഇതൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു 3D ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ കണ്ടോ, ഇത് സെപ്പറേറ്റ് ആയിട്ട് 3 ലെയേഴ്സ് പോലെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ വെഹിക്കിളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. എർത്ത് എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ മഹീന്ദ്ര ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിട്ടില്ല കേട്ടോ. നോർമൽ ഇവിടെ ആ ഒരു താറിൻ്റെ ഈ ഒരു ബാഡ്ജ് ആ ഒരു ഡെസേർട്ട് ഫ്യൂരി കളറിൽ കൊടുത്തിട്ടുണ്ട് സ്പെയർ വീലിൽ. വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് സൈഡിൽ കാണാൻ പറ്റില്ല. ഇനിയിപ്പം ഈ സൈഡിൽ വരികയാണെങ്കിലും സെയിം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. എർത്ത് എന്നുള്ള ബാഡ്ജ് ബി പില്ലറിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറയാൻ വിട്ടുപോയി, നമുക്ക് ഗ്രില്ലിലും ഈ ഒരു ഡെസേർട്ട് ഫ്യൂരി കളർ, ഈ ഒരു വെർട്ടിക്കൽ സ്ലോട്ട്സിൽ ഇതിലെല്ലാം തന്നെ ഈ ഒരു ഡെസേർട്ട് ഫ്യൂരി കളർ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് വന്നുള്ള എല്ലാ മാറ്റങ്ങളും ഇൻറ്റീരിയറിലാണ്. ഇൻറ്റീരിയറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈഡ് ലുക്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളർ വന്നപ്പം ഒരു ആ മാറ്റ് ഫിനിഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ വണ്ടി നേരിട്ട് കാണാൻ. ഞാൻ എന്തായാലും ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയറിൽ വന്നുള്ള മാറ്റങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ എഡിഷൻ താറിലാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു ഫീല് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ AC വെൻസിന് ചുറ്റും നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഫ്യൂരി കളർ അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ട്രിംസ് എല്ലാം തന്നെ ആ ഒരു ഡെസേർട്ട് ഫ്യൂരി മാറ്റ് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡിലാണെങ്കിലും താർ എന്നുള്ള ഒരു ബാഡ്ജും ആ ഒരു ഡെസേർട്ട് ഫ്യൂരി കളറിലാണ് കൊടുത്തുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ 2 മാറ്റങ്ങളാണ് വന്നുള്ളത്. ഒന്ന് ഈ ഒരു കളർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ക്രോം കണ്ടോ, ഇത് ശരിക്കും നോർമൽ ക്രോം ആയിരുന്നു നമ്മുടെ മുമ്പെയുള്ള എല്ലാ താറിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഡാർക്ക് ക്രോം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പ് ഹോൾഡറിന് ചുറ്റും അതുപോലെ ഈ ഗിയറിൻ്റെ 2 4x4ൻ്റെയും ഈ ഗിയറിൻ്റെയും ചുറ്റിനായിട്ട് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഒന്നിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ AC-യുടെ ഈ നോബ് കാര്യങ്ങൾ ഇതിലെല്ലാം ക്രോം വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്രോം എല്ലാം ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ഡാർക്ക് ക്രോം ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുത്തുള്ളത്. പിന്നെ ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഈ സീറ്റ് കവർ കണ്ടോ, ഇതെല്ലാം ഇപ്പം ലെതറൈറ്റ് സീറ്റാണ് കൊടുത്തുള്ളത് ഈ ഒരു വെഹിക്കിളിൽ. നമ്മൾ 700 വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ് സീറ്റാണ്, ലെതറൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് നമുക്ക് താറിൽ ലെതറൈറ്റ് സീറ്റ്സ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീറ്റിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് മുമ്പുള്ളതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് മെയിൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊക്കെ ചെറിയ എയർ ഹോൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AC ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ എയർ പാസ് ചെയ്യും. ശരിക്കും സീറ്റ് വെന്റിലേഷൻ വണ്ടിയിലില്ല, ബട്ട് ഇതിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു കൂളിംഗ് സീറ്റിൽ നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാൻഡ് ഡ്യൂൺസിൻ്റെ ഡിസൈൻ ഇതിൻ്റെ മുകളിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചത് ഈ ഹെഡ് റെസ്റ്റിലും അതുപോലെ തന്നെ ഒരു സാൻഡ് ഡ്യൂൺസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊക്കെ സെയിം സീറ്റ് ഡിസൈൻ കാര്യങ്ങളും സെയിം ആണ്, ബട്ട് ഇതിൽ നമുക്ക് ആ ഒരു അപ്പോളസ്റ്ററിയും കൂടെ മഹീന്ദ്ര കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റീരിയറിൽ വന്നുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ ആ ഒരു വിൻ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലൊരു ചേഞ്ച് ഉണ്ട്. അത് ഞാൻ അപ്പുറം പോയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഈ വിൻ പ്ലേറ്റിൽ അതിൽ കണ്ടോ മഹീന്ദ്ര LTD, അതുപോലെ താർ ഇവിടെ വേറൊരു ബാഡ്ജ് ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ താർ എർത്ത് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് ഈ ഒരു ബാഡ്ജിൽ കൊടുത്തിട്ടുള്ളത്, എർത്ത് എഡിഷൻ ആയതുകൊണ്ട് തന്നെ. മാത്രമല്ല ഈ താഴെ നമുക്ക് കുറച്ച് കാടും കുന്നും മലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു ഡിസൈനാണ് താഴെയായിട്ട് കൊടുത്തുള്ളത്. തന്നെ താറിൻ്റെ ഒരു ചെറിയ ബാഡ്ജും കൂടെ കണ്ടോ,
മാത്രമല്ല മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് എന്നും കൂടെ ആ ഒരു ഇതിൽ ഈ ഒരു പ്ലേറ്റിൽ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമലി നമുക്ക് ഇവിടെ താറിൻ്റെ ഒരു ചെറിയൊരു സിമ്പിൾ കൂടെ കണ്ടോ, ഒരു താറാണത്. അതുപോലെ തന്നെ 2 ഒട്ടകങ്ങളും. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ ഈ താറിൻ്റെ ചെറിയൊരു ഹിഡൻ ഡീറ്റെയിലിംഗ് എന്ന് പറയുമല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. മാത്രമല്ല ഇതിൽ സീരിയൽ നമ്പർ കണ്ടോ, 32ാമത്തെ വെഹിക്കിളാണ്, പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള 32ാമത്തെ വെഹിക്കിളാണ് ഇത്. അത് നോർമൽ താറുകളിൽ ഇതിപ്പം ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം ആയിട്ടുണ്ട് ഇവിടെ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നോർമൽ താറുകളിൽ. പക്ഷേ ഈ സ്പെഷ്യൽ എഡിഷനിൽ 32ാമത്തെ വെഹിക്കിളാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എത്രാമത്തെ വെഹിക്കിളാണെന്നുള്ളത് നമുക്ക് ഈ ഒരു സീരിയൽ നമ്പർ നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള മേജറായിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താറിലിപ്പം റീസെൻ്റ് ആയിട്ട് 2 വീൽ ഡ്രൈവ് ഓപ്ഷൻസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ എർത്ത് എഡിഷന് 4 വീൽ ഡ്രൈവിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 4 വീൽ ഡ്രൈവിൽ പെട്രോളിലും ഡീസലിലും അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ആ 4x4 വേരിയൻസിൽ മാത്രമാണ് ഈ ഒരു എർത്ത് എഡിഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒന്നെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.